അതിന്റെ മുമ്പ് ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ സ്ത്രീകളെ മുഴുവനും മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യാട് എന്നുള്ള ഒരു ഭയങ്കര പ്രചാരണം. ആ പ്രചാരണം ആരാ നടത്തിയത്? ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ആനുകാലികങ്ങൾ. ആ ആനുകാലികങ്ങൾക്ക് ആര് കൊടുത്ത ഇത്? ആ ആനുകാലികൾക്ക് ഈ ഗവേഷണ റിപ്പോർട്ട് കൊടുത്തത് ആരാണ് എന്നറിയാമോ നിങ്ങൾക്ക്? കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ കീഴിലുള്ള ജാഗ്രതാ സമിതി. അവർ പറഞ്ഞു കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മുസ്ലിം യുവാക്കൾ 5341 പെൺകുട്ടികളെ എങ്ങനെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയിട്ട് വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് മതം മാറ്റിയിട്ട്. ക്രിസ്ത്യാനികൾ മതം മാറ്റലില്ല, അത് വേറെ വിഷയം. എന്നിട്ട് എന്താ അതിങ്ങനെ അങ്ങോട്ട് കേരള ശബ്ദത്തിനും അതേപോലെ തന്നെ നമ്മുടെ കലാകൗമുദിക്കെല്ലാം കിട്ടിയപ്പോ അത് വലിയ അപസർപ്പക കഥയെപ്പോലെയായി. എങ്ങനെയാണെന്ന് അറിയാമോ കഥ? ഇങ്ങനെ കേരളത്തിലൊരു സംഘടന അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടന ചെയ്യുന്ന എന്താ? ബൈക്ക് കൊടുക്കുക, മൊബൈൽ ഫോണും കൊടുക്കുക, എന്നിട്ട് മുസ്ലിം യുവാക്കളെ കലാലയത്തിന്റെ മുന്നിലെല്ലാം കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് ഈ ബൈക്കും മൊബൈൽ ഫോണെല്ലാം കണ്ടാൽ പെൺകുട്ടികൾ ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ടാൽ അവര് ലവ് റാപ്പ് ഉണ്ടാക്കും, അവര് പ്രേമം ഉണ്ടാക്കും. പ്രേമത്തിൽ ആകർഷിക്കപ്പെട്ട് അവർ പ്രേമിച്ചാൽ പിന്നെ ഇവര് മുന്നോട്ട് വെക്കും ഇസ്ലാം സ്വീകരിക്കണമെന്ന്. തീർച്ചയായും പ്രേമത്തിന്റെ ഭാഗമായി അവർ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അവർ വിവാഹം ചെയ്യും. വിവാഹം ചെയ്ത് കുറച്ചു കാലം ഇവർ ഉപയോഗിച്ചിട്ട് മതിയായാൽ പിന്നെ മൊല്ലമാർക്ക് കൊടുക്കും. ഇവരുടെ നേതാക്കന്മാരായ മൊല്ലമാർ, ആ മൊല്ലമാർ ഇവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ആത്മഹത്യാ ബോംബായി അവർ പൊട്ടിത്തെറിക്കും. എന്ത് രസമുള്ള കഥ! കോട്ടയം പുഷ്പനാഥ് എല്ലാം പഴയ നോവലിസ്റ്റുകളാണ്. ഞാൻ പുതിയ അപസർപ്പക നോവലുകൾ വായിക്കാറില്ല. അവരെല്ലാം നാണിച്ചു പോകും. എന്താ കഥ? ഇത് എഴുതിയത് കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിലാണ്. എന്തേ കാര്യം? എന്തെങ്കിലും ഉണ്ടായോ? കേരളത്തിന്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് ഒരു തമാശ കഥ അല്ലേ? ഇത് പറഞ്ഞവർക്ക് വെളിവില്ല. ഹൈക്കോടതി പറഞ്ഞത് ആ രൂപത്തിലാ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്ര പൊട്ടന്മാരാണല്ലോ. ഒരു മൊബൈൽ ഫോണും ബൈക്കും കാണുമ്പോഴേക്കും ഇങ്ങനെ പിന്നിലോടാൻ 5341 പെണ്ണുങ്ങളാണ് ഓടിക്കളത്. ഞാനൊരു ചർച്ചയിൽ ഇത് പറഞ്ഞ ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഓടിയ സ്വാഭാവികമായിട്ടും കേസ് ഉണ്ടാകുമല്ലോ. ആ കേസ് ഒരു കേരളത്തിലെ 5341 പെൺകുട്ടികൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കേസുണ്ടോ? എത്ര കേസുണ്ട്? അവർ പറഞ്ഞു 1 മതി, എനിക്ക് 2 വേണ്ട, എത്രയൊന്നും വേണ്ട, 1 ഏത് പോലീസ് സ്റ്റേഷനിൽ എത്രാമത്തെ FIR ഒന്ന് പറഞ്ഞു തരാമോ? അവർ പറഞ്ഞ കലാകൗമുദിയിലുണ്ട്, കേരള ശബ്ദത്തിലുണ്ട്. സാധാരണ കേസ് കൊടുക്കൽ കലാകൗമുദിയിലും കേരള ശബ്ദത്തിലുമാണല്ലോ. ഞാൻ പറയുന്നത് ഇസ്ലാമിക ദഅവത്ത് കേരളത്തിൽ സജീവമായപ്പോ ഇവരുടെ എല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് വെളുത്ത വസ്ത്രമിട്ടിരുന്ന കന്യാസ്ത്രീകളടക്കം ത്രിത്വത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതരായി ഇസ്ലാമിന്റെ വിമോചനത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനെ പ്രലോഭിപ്പിച്ചിട്ട് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇസ്ലാമിക ദഅവത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭീകരമായൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്.